ക്ലാസ് എ അഡ്രസ്സിൽ IP വേർഷൻ 4 അഡ്രസ്സിൽ നെറ്റ്വർക്ക് ID 1 ഒക്ടറ്റും പോസ്റ്റ് ID 3 ഒക്ടറ്റും, ക്ലാസ് ബിയിൽ നെറ്റ്വർക്ക് ID 2 ഒക്ടറ്റും പോസ്റ്റ് ID 2 ഒക്ടറ്റും, ക്ലാസ് സിയിൽ 3 ഒക്ടറ്റ് നെറ്റ്വർക്ക് ഐഡിയും 1 ഒക്ടറ്റ് പോസ്റ്റ് ID. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഡിയും ഇയും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഡി മൾട്ടികാസ്റ്റിനാണ്, ഇ റിസർവ്ഡ് ആണ്. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും എളുപ്പം ഡിസ്കസ് ചെയ്യാൻ ക്ലാസ് സി ആയതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് സി എടുക്കുന്നത്. കാരണം അതിൽ 1 ഒക്ടറ്റ്, അതായത് 8 ബിറ്റ് മാത്രമേ ഹോസ്റ്റ് ID ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ ഇതേ തിയറി തന്നെയാണ് ബാക്കി ക്ലാസ്സിലും ഫോളോ ചെയ്യുന്നത്. ബാക്കി ക്ലാസ്സിലും ക്ലാസ് ബി, ക്ലാസ് എയിലും അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇതേ തിയറി തന്നെയാണ്. ഇത് ഇതേ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മുടെ ഇന്നലത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് ഈ നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് മാത്രമേ തരുന്നുള്ളൂ. അത് എമംഗ് ദ ഡിപ്പാർട്ട്മെന്റ്സ് യു ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സപ്പോസ് 2 ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, 2 ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ യുവർ ഓഫീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ അതിൽ ഡിസ്ട്രിബ്യൂട്ട് 192.168.168.1.0 നെറ്റ്വർക്ക്. ഈ ഒരു നെറ്റ്വർക്ക് നിങ്ങൾ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ പ്രീവിയസ് കേസ് ആണെങ്കിൽ 1.0 ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാം, 2.0 വേറെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാം. കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. പക്ഷെ അവിടെ വേറൊരു ചെറിയ വിഷയമുണ്ട്. അതിലേക്ക് ആദ്യം പോകും, അതിനുശേഷം നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് ഇത് സബ്നെറ്റിങ്ങിൻ്റെ കേസിൽ വരും. ഓക്കെ, നമുക്ക് സബ്നെറ്റിംഗ് ഇല്ലാത്തൊരു കേസിൽ ഒരു സെർവറും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരു കേസ് നോക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഒരു FTP സെർവർ ഉണ്ട്. അതായത് നിങ്ങളുടെ ഫയൽ സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾ കൊടുക്കുന്ന IP 192.168.3.1. അതായത് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 3.0 നെറ്റ്വർക്ക്. അപ്പോൾ മാസ്ക് നിങ്ങൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ ഡിഫോൾട്ട് മാസ്ക് ആണ് 255.255.255.0. ഓക്കെ, അപ്പോൾ ഇതിന് നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത് 190. ഇതിന് ബിറ്റ് വൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 192.168.3.0 കിട്ടും. അപ്പം നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 192.168.3.0 നെറ്റ്വർക്കാണ്. അതിൽ ഒരു ഫസ്റ്റ് IP ആണ് 192.168.3.1. ലാസ്റ്റ് IP പറയുന്നത് 192.168.3.254. അങ്ങനെ 201 മുതൽ 254 വരെയുള്ള IP നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ സെർവർ നിങ്ങളൊരു സ്വിച്ചിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ സ്വിച്ച്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ടൂൾ വേണം. ആ ടൂൾ വെച്ചിട്ടാണ് നമുക്ക് ഈ ഡയഗ്രം എല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ ഒരു ടൂൾ നിങ്ങൾ ഡിറ്റക്ട് ചെയ്യുക. അത് വെബ് ബേസ്ഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അത് സ്റ്റാൻഡ് അലോൺ ആണെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ അത് ചെയ്ത് അതിനുശേഷം നമുക്കിതെല്ലാം നമുക്ക് ചെയ്യണം ആ ടൂൾ വെച്ചിട്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് 2 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് 1 നിങ്ങൾ ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തു.
അതായത് ഡിപ്പാർട്ട്മെൻറ്റ് 1 എല്ലാ മെഷീൻസും കൂടെ ഒരു സ്വിച്ചിനകത്ത് കണക്ട് ചെയ്തു. ആ സ്വിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ആ രീതിയിൽ തന്നെ വരയ്ക്കും. ഇതാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് 1. ഓക്കെ, ഇതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് 2. ഡിപ്പാർട്ട്മെൻറ്റ് 2ലും കുറച്ച് കമ്പ്യൂട്ടർ ഉണ്ട്. അതെല്ലാം കൂടെ ഇത് രണ്ടും സ്വിച്ചാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് 1ലെ മെഷീൻസ് എല്ലാം കണക്ട് ചെയ്ത സ്വിച്ച്. ഈ രണ്ട് സ്വിച്ചുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ബാക്ക് ബോൺ. അപ്പോൾ അതിലേക്ക് അതിൽ നിന്നാണ് ഈ FTP സെർവർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്കും ഈ FTP സെർവർ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അത് 3.0 നെറ്റ്വർക്കാണ് സെർവർ കണക്ട് ചെയ്തത്. ഇതിനെ 192.168.168.1.0 നെറ്റ്വർക്കും ഇതിനെ 192.168.2.0 നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്ത മെഷീൻസ് 1.1, 1.2, 1.3 ആ രീതിയിൽ വരും. ഇത് 1.1, 1.2. ഓക്കെ, ഇത് 2.1, 2.2, 192.168, 2.2, ഇത് 2.1, ഇത് 1.1, 192.168, 1.1, ഇത് 1.2. ഓക്കെ, രണ്ട് മെഷീനും. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് വേണ്ടത് ഈ 1.1ൽ നിന്ന് ഒരാൾ ഈ FTP സെർവർ ആക്സസ് ചെയ്യാൻ അയാൾ ബ്രൗസർ എടുക്കും. അതിനുശേഷം അയാൾ URL FTP:192.168.3.1 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഈ സെർവർ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഇതനുസരിച്ച് ഇപ്പോൾ ഇതിൻ്റെ മാസ്ക് 1.0 നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ മാസ്ക് എത്രയായിരിക്കും? 355, 255, 255, 0 ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെയും മാസ്ക് അത് തന്നെയായിരിക്കും, ഇതിൻ്റെയും മാസ്ക് അത് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ രണ്ട് മെഷീൻ, അതായത് ഇപ്പോൾ ഈ മെഷീനിൽ നിന്ന് ഈ വേറൊരു മെഷീനിലേക്ക് നിങ്ങൾ പിങ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം എന്താണ്? അപ്പോൾ ഈ മെഷീനിൽ നിങ്ങൾ പിങ് ഈ മെഷീൻ പിങ് നിങ്ങൾ ICMP എന്നുള്ള പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. അവിടെ പിങ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീനിൽ ഇരുന്നിട്ട് പിങ് 192.168.2.1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ല. കാരണം എന്താണ്? ഇത് 2.0 നെറ്റ്വർക്കാണ്, ഇത് 1.0 നെറ്റ്വർക്കാണ്. രണ്ടും രണ്ട് നെറ്റ്വർക്കാണ്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ബി ഇൻ ദ സെയിം നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ബിറ്റ് വൈസ് ഇത് മാസ്കുമായിട്ട് നിങ്ങൾ ബിറ്റ് വൈസ് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1.0 ആയിരിക്കും. ഇത് ഏത് IP എടുത്തിട്ട് ബിറ്റ് വൈസ് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സൈഡ് 1.0 കിട്ടും, ഈ സൈഡിൽ 2.0 കിട്ടും. ഇനി സെർവർ കുറേ എണ്ണം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് IP എടുത്താലും എടുത്ത് ബിറ്റ് വൈസ് ഹാൻഡ് ചെയ്താലും 3.0 കിട്ടും. അപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റിൽ ഈ മെഷീൻസ് ഒന്നും തമ്മിൽ എന്തില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ആവശ്യം ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ, ഇത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് ഡിപ്പാർട്ട്മെൻറ്റ് 2, ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്ക് ഈ FTP സെർവർ, അതായത് 192.168.3.0ലുള്ള ഈ FTP സെർവറുമായിട്ട് കണക്ഷൻ കിട്ടും. ഓക്കെ, അതാണ് നിങ്ങളുടെ ആവശ്യം. അപ്പം നമ്മളവിടെ ചെയ്യുന്നത്
ഇതിലേക്ക് നിങ്ങളൊരു പുതിയ മെഷീൻ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് രണ്ടും പിങ് ഇല്ല, മീൻസ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഈ സെർവറുമായിട്ട് ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ മെഷീൻ വയ്ക്കുന്നു. ഈ മെഷീനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗേറ്റ് വേ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മളൊരു പുതിയ മെഷീൻ വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ IP 192.168.2.100, മാസ്ക് 255.255.0. ഓക്കെ, ഇതിൻ്റെ IP നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് 1-ലെ, അതായത് 1.0 നെറ്റ്വർക്കിൽ ഒരു IP കൊടുക്കുന്നു. അതായത് 192.168.1.100. മാസ്ക് എന്ന് പറയുന്നത് 355.255.255.0. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് പുതിയ മെഷീൻ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ മെഷീനും ഈ ഡിപ്പാർട്ട്മെൻറ്റ് 1-ലെ എല്ലാ മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇത് രണ്ട് ബിറ്റ് വൈസ് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ IPയും മാസ്കും കൂടെ നിങ്ങൾ ബിറ്റ് വൈസ് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീനിൽ കിട്ടുന്ന റിസൾട്ട് 192.168.1.0 ആയിരിക്കും. ഈ ഡിപ്പാർട്ട്മെൻറ്റ് 1-ലെ ഏത് മെഷീൻ്റെ IP നിങ്ങൾ അതിൻ്റെ മാസ്കുമായിട്ട് ബിറ്റ് വൈസ് ആൻഡ് ചെയ്താലും 1.0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ മെഷീനും ഈ ഡിപ്പാർട്ട്മെൻറ്റ് 1-ലെ എല്ലായിടത്തും ഒരേ ബാക്കിയുള്ള മെഷീനും ഒരേ നെറ്റ്വർക്കാണ്. കാരണം മാസ്കും IPയും കൂടെ ബിറ്റ് വൈസ് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 192.168.2.0 കിട്ടും ഈ എല്ലാ മെഷീനിലും. അതുപോലെ തന്നെ ഈ മെഷീനും. ദാറ്റ് മീൻസ് ഈ മെഷീന് ബാക്കി എല്ലാ മെഷീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ബാക്കി എല്ലാ മെഷീനും ഈ മെഷീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനകത്ത് ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ടാവും. ആ കാർഡിന് കൊടുത്ത IP ആയിരിക്കും ഇത്. ഈ പറഞ്ഞത് ഈ IP ഈ മെഷീനിലെ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസിന് കൊടുത്ത IP ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ വേറൊരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് കൊണ്ടുവരും, പുതിയൊരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. അതായത് രണ്ട് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡുള്ള ഒരു മെഷീൻ. ഓക്കെ, ഇതിലും നമ്മളൊരു പുതിയ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് കൊണ്ടുവരും. ഈ കാർഡിന് നമ്മൾ കൊടുക്കുന്ന IP 192. Uh, 168.3.100. ഓക്കെ, ഇതിന് കൊടുക്കുന്ന IP 192.168.3.200. ഓക്കെ, അപ്പോൾ ഈ നെറ്റ്വർക്ക് കാർഡും നമ്മൾ ഇതിൽ കണക്ട് ചെയ്തു. ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് നമ്മൾ ഈ സ്വിച്ചിൽ കണക്ട് ചെയ്തു. ഇതാണ് നിങ്ങളുടെ ബാക്ക് ബോൺ. ഓക്കെ, അപ്പോൾ ഈ ബാക്ക് ബോൺ സ്വിച്ചിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഈ മെഷീന് രണ്ട് സ്വിച്ചുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഈ ഇൻ്റർഫേസ് വഴി ഈ ബാക്ക് ബോൺ സ്വിച്ചുമായിട്ടും ഈ ഇൻ്റർഫേസ് വഴി ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്വിച്ചുമായിട്ടും. ഈ മെഷീനും അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെഷീൻസിന് ഈ സ്വിച്ചുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് സ്വിച്ചുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് മിനിമം 3 കാര്യങ്ങൾ കൊടുക്കണം. 2 എണ്ണം
ഏറ്റവും മിനിമം 2 എണ്ണം, ഏറ്റവും മിനിമം മാത്രമേ നമ്മൾ ഇതുവരെ കൊടുത്തുള്ളൂ. ഇനി നമ്മൾ മൂന്നാമത്തെ കൊടുക്കാൻ പോകണം. അതായത് ഈ മെഷീനിൽ നിന്നെല്ലാം ഓരോ പാക്കറ്റുകൾ പുറത്ത് പോകണം. കാരണം 3.0 നമ്മുടെ FTP സെർവർ ഇരിക്കുന്നത് 3.0 നെറ്റ്വർക്കാണ്. അപ്പോൾ 1.0 സംബന്ധിച്ചിടത്തോളം അത് പുറത്തുള്ള ഒരു മെഷീനാണ്. അപ്പോൾ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഗോ ത്രൂ ദ ഗേറ്റ്. അപ്പോൾ നമ്മൾ ഗേറ്റ് വേയും കൊടുക്കണം. ഇപ്പം നമ്മൾ 3 പാരാമീറ്ററും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ മെഷീൻ അറിയാം ഇതിൽ നിന്നും 1.0 നെറ്റ്വർക്കിലേക്ക് അല്ലാത്ത ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഡെലിവർ ചെയ്യേണ്ടത് ഈ ഗേറ്റ് വേയിലാണ്. ഇവിടെ ഡെലിവർ ചെയ്യണം. ഓക്കെ, ഇനി അപ്പോൾ അതുപോലെ തന്നെ ഈ 2.0 ഡിപ്പാർട്ട്മെൻറ്റ് 2 ഇവിടെ നമ്മൾ ഗേറ്റ് വേ സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഗേറ്റ് വേ കൊടുക്കേണ്ടത് ഈ ഓരോ മെഷീനിലും നമ്മൾ 3 കാര്യങ്ങൾ കൊടുക്കണം. ഇപ്പം നമ്മൾ മിനിമം കാര്യങ്ങളെ കൊടുത്തുള്ളൂ. ഏറ്റവും മിനിമം 2 കാര്യങ്ങൾ, നെറ്റ് IP-യും മാസ്കും. അപ്പോൾ മൂന്നാമത്തെ കാര്യം കൂടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഗേറ്റ് വേ. ഇതിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് 192.168.2.100 സോറി 2.100. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഗേറ്റ് വേ. അതായത് 2.0 നെറ്റ്വർക്കിലുള്ള ഒരു മെഷീൻ, ആ മെഷീനിലാണ് 3.0ലേക്കുള്ള കണക്ടിവിറ്റിയും കൂടെ ഉള്ളത്. ആ മെഷീനാണ് ഇതിൻ്റെ ഗേറ്റ് വേ. അതായത് 192.168.2.100 ഇതാണ്. അതായത് ഈ മെഷീൻസിൽ നിന്നും, അതായത് ഈ നെറ്റ്വർക്കിൽ നിന്നും ഒരു പാക്കറ്റ് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഗോ ത്രൂ ദിസ്. അത് ഈ നെറ്റ്വർക്ക് കാർഡ് വഴി മാത്രമേ ഇതിന് പുറത്തേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ടെണ്ണം ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത് ഒഴിവാക്കാം. ഓക്കെ, അതായത് ഈ സ്വിച്ചിന് ഈ ഡിപ്പാർട്ട്മെന്റ് സ്വിച്ചാണ്. ഡിപ്പാർട്ട്മെന്റ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഇന്റർഫേസ് 192.168.1.0. ഇതിൻ്റെ കേസിൽ 1.100ഉം ഇതിൻ്റെ കേസിൽ ഡിപ്പാർട്ട്മെന്റ് 2ൻ്റെ കേസിൽ 2.100ഉം. ഓക്കെ, അപ്പോൾ 2.100 ആണ് ഇതിൻ്റെ ഈ ഡിപ്പാർട്ട്മെന്റ് 2ൻ്റെ ഗേറ്റ് വേ, 1.100 ആണ് ഡിപ്പാർട്ട്മെന്റ് 1ൻ്റെ ഗേറ്റ് വേ. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഒരാൾ നമ്മളിപ്പോൾ പറഞ്ഞ കേസിലേക്ക് തന്നെ വരാം. ഒരു ഡിപ്പാർട്ട്മെന്റ് 1ൽ നിന്നും ഒരാൾ, ഇപ്പോൾ ഈ മെഷീനിൽ ഒരാൾ ഈ മെഷീൻ FTP സെർവർ ആക്സസ് ചെയ്യാൻ നോക്കി. അങ്ങനെയാണെങ്കിൽ FTP പാക്കറ്റ് ജനറേറ്റ് ചെയ്യും. പാക്കറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് 1.1 ആയിരിക്കും. 1.1 ആയിരിക്കും. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് 3.1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പാക്കറ്റ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഈ നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം 3.1 എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡർ ആണ്. അപ്പോൾ അവിടെ പാക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ട് ഈ സ്വിച്ച് വഴി ഈ ഇൻ്റർഫേസിലെത്തി. ഓക്കെ, ഇനി അത് എങ്ങോട്ട് പോകണം? അത് ശരിക്കും ഇവിടുന്ന് ഇവിടെ എത്തിയിട്ട് ഈ സ്വിച്ച് വഴി മാത്രമേ ഇതിലേക്ക് പോകാൻ പറ്റൂ. ഇപ്പം നമ്മൾ ഇവിടം വരെ എത്തുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗേറ്റ് വേ കൊടുത്തു കഴിഞ്ഞാൽ 3.1ലേക്കുള്ള FTP പാക്കറ്റ് ഇവിടെ നിന്നും പുറപ്പെട്ടിട്ട് ഈ സ്വിച്ച് വഴി ഇവിടം വരെ എത്തും. ഓക്കെ, ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാക്കറ്റിനെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യണം. ഇവിടെ എത്തുന്ന പാക്കറ്റിനെ ഇവിടേക്ക് ജമ്പ് ചെയ്യണം. അതിനാണ് നമ്മൾ IP ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. IP ഫോർവേഡിംഗ്. അതായത് ഒരു ഇന്റർഫേസിലെത്തിയ പാക്കറ്റിനെ നമ്മൾ ജമ്പ് ചെയ്യിക്കാം. അതിനാണ് IP ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ലിനക്സിൻ്റെ കേസിലാണെങ്കിൽ മെഷീനിൽ ഒരു ലൈൻ എഴുതേണ്ട കാര്യമുള്ളൂ. അതായത് ഒരു ലൈൻ എഴുതണ്ട, 0 എന്നുള്ളത് 1 ആക്കിയാൽ മാത്രം മതി. അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇങ്ങനൊരു സംഭവം ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻ്റർഫേസ് കാർഡിൽ നിന്നും എത്തുന്ന പാക്കറ്റ്സ് അടുത്ത ഇൻ്റർഫേസ് കാർഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും, ഈ IP ഫോർവേഡിംഗ് എനേബിൾ ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. മിനിമം സെറ്റപ്പിൽ ഇത് ഒരു പല മെക്കാനിസംസ് ഉണ്ട്. ഇതിൽ ഏറ്റവും മിനിമം മെക്കാനിസം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ വിത്ത് 2 നെറ്റ്വർക്ക് കാർഡ്. ഓക്കെ, അതാണ് മിനിമം മെക്കാനിസം.
അതാണ് നമ്മളോട് ചെയ്യുന്നത്. ഒരു ലിനക്സ് മെഷീൻ എടുക്കുക, ആ മെഷീനിൽ 2 നെറ്റ്വർക്ക് കാർഡ് ഉണ്ടാവണം. അപ്പം ഇത് ഇതർനെറ്റ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഒന്ന് ഇതർനെറ്റ് കാർഡും മറ്റേത് വൈഫൈ കാർഡും ആയാലും മതി. ഇപ്പം അസ്യൂം വി ആർ യൂസിങ് ഇതർനെറ്റ്, സോ 2 NICs. ഓക്കെ, ഒരു NICക്ക് 1.100ഉം മറ്റേ NIC 3.100ഉം. ഓക്കെ, അപ്പോൾ IP ഫോർവേഡിങ് എനേബിൾ ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു 0 എന്നുള്ളത് 1 ആക്കിയാൽ മാത്രം മതി. ഒരു ഫയലുണ്ട്, ആ ഫയലിൽ 0 എന്നുള്ളത് 1 ആക്കിയാൽ മാത്രം മതി. ഓക്കെ, അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പാക്കറ്റ് ഇവിടുന്ന് എത്തുന്ന പാക്കറ്റ്സ് ഇതിലേക്ക് ജമ്പ് ആവും. ഓക്കെ, ഇനി അത് ജമ്പായി കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് കാർഡിന് ഏതുമായിട്ട് കണക്ഷൻ ഉണ്ട്? ഇത് 3.0 നെറ്റ്വർക്കുള്ളതാണ്. ഇതേ നെറ്റ്വർക്കാണ് നമ്മുടെ സെർവറുള്ളത്. സോ ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, അപ്പോൾ ഈ നെറ്റ്വർക്ക് കാർഡിനും ഈ മെഷീനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ ദിസ് വേ ആൻഡ് കംപ്ലീറ്റ് ദ ജേർണി. അപ്പോൾ ഇവിടെ എത്തുന്ന പാക്കറ്റിൻ്റെ സോഴ്സ് ഇതായിരിക്കും, ഡെസ്റ്റിനേഷൻ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പാക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി റിപ്ലൈ പുറപ്പെടുന്ന സമയത്ത് നമ്മൾ സോഴ്സും ഡെസ്റ്റിനേഷനും മാറ്റണം. അപ്പോൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, സോഴ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. 192.3.1 ആയിരിക്കും സോഴ്സ്. അപ്പോൾ ആ പാക്കറ്റ് അപ്പോൾ ഓക്കെ, ഈ മെഷീനിൽ നമ്മൾ എന്ത് കൊടുക്കണം? അപ്പം ഈ മെഷീൻ നമ്മൾ ഗേറ്റ് വേ കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാ മെഷീനും നമ്മൾ എന്ത് കൊടുക്കണം? ഗേറ്റ് വേ കൊടുക്കണം. അപ്പോൾ ഈ മെഷീൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗേറ്റ് വേ എന്തായിരിക്കും? അതൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം ഇവിടെ നമ്മൾ ഇത് 3.100 കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ഏത് പാക്കറ്റും എവിടെ ഡെലിവർ ചെയ്യും? ഇവിടെ ഡെലിവർ ചെയ്യും. ഓക്കെ, ഇവിടെ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് മാത്രമേ പാത്തുള്ളൂ, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും വേണ്ടതാണ് എന്താണ്? 2.0ലേക്കുള്ള നെറ്റ്വർക്കിലേക്കുള്ള പാക്കറ്റ്സ് എവിടെയാണ് ഡെലിവർ ചെയ്യുന്നത്? 3.200ലും 1.0 നെറ്റ്വർക്കിലുള്ള പാക്കറ്റ് 3.100ലും ഡെലിവർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് 2 ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ആവും. ഓക്കെ, ഇപ്പം നമ്മൾ ഗേറ്റ് വേ 3.300 കൊടുത്തു, 3.100 കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് 1ന് മാത്രം കിട്ടും. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് 2ൽ കിട്ടില്ല. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാക്കറ്റ് കയറി വരും. ഓക്കെ, പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗേറ്റ് വേ ഇത് കൊടുത്തുകൊണ്ട്, കാരണം 2.0 എന്നാണ് റിക്വസ്റ്റ് വരുന്നത്, അപ്പോൾ റിപ്ലൈ പോകേണ്ടത് അങ്ങോട്ട് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഗേറ്റ് വേ 3.100 ആണ്. അപ്പോൾ അത് ഇവിടെ ഡെലിവർ ചെയ്യും. ഇവിടെ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ട് ഇങ്ങോട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും ഇങ്ങോട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഗേറ്റ് വേ ഇങ്ങനെ ഒരെണ്ണം മാത്രം നമ്മൾ കൊടുത്താൽ പോരാ, അവിടെയാണ് നമ്മൾ റൂട്ടിംഗ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ IP ഫോർവേഡിങ്, റൂട്ടിംഗ്, ഈ 2 ടേം വന്നു. ഇനി ഈ റൂട്ടിങ്ങിലാണ് നമ്മൾ കറക്റ്റ് പറയുന്നത് 1.0ലേക്കുള്ള പാക്കറ്റ്സ് 3.100ലും 2.0ലേക്കുള്ള പാക്കറ്റ്സ് 3.200ലും ഡെലിവർ ചെയ്യണം. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് 2ലേക്കുള്ള പാക്കറ്റ്സ്, റിപ്ലൈ പാക്കറ്റ്സ് 3.200ലും ഡിപ്പാർട്ട്മെൻറ്റ് 1ലേക്കുള്ള പാക്കറ്റ്സ് 3.100ലും ഡെലിവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയുന്നത് ഈ റൂട്ടിംഗ് ഇൻഫർമേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ 1.0 എന്നുള്ള കമ്മ്യൂണിക്കേഷൻ FTP സെർവർ അക്സസ് ചെയ്യുന്നു. FTP മീൻസ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പോൾ ഇവിടുന്ന് ഒരാൾ ബ്രൗസർ എടുത്തു, അവിടുന്ന് പ്രോട്ടോകോൾ എന്തായി? HTTP പകരം FTP:// കൊടുത്തു, //192.168.3.1 കൊടുത്തു. അങ്ങനെ കഴിഞ്ഞാൽ FTP റിക്വസ്റ്റ് ഈ വഴി കയറി വരും. ഈ വഴി കയറി വന്നിട്ട് ഈ സ്വിച്ച് വഴി ഇവിടെ എത്തും. ഇവിടെ നമ്മൾ IP ഫോർവേഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാക്കറ്റ് ഇവിടെ എത്തും. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസിന് ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടുന്ന് അതിൻ്റെ FTP റിപ്ലൈ സ്റ്റാർട്ടാവും. FTP റിപ്ലൈ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ 3.1 ആയിരിക്കും. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് 1.1. ഓക്കെ,
അപ്പം ഈ മിഷനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് ആൻ ഔട്ട്സൈഡ് അഡ്രസ്. ഈ നെറ്റ്വർക്കിലുള്ള അഡ്രസ് അല്ല, പുറത്തേക്കുള്ള അഡ്രസ് ആണ്. സോ ഇറ്റ് വിൽ ബി ചെക്കിംഗ് ദിസ് റൂട്ടിംഗ് ഇൻഫർമേഷൻ. അപ്പോൾ റൂട്ടിംഗ് ഇൻഫർമേഷൻ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 1.0 പാക്കറ്റ്സ് ഇവയുടെ 3.100 ഡെലിവർ ചെയ്യണം. അപ്പോൾ ഈ പാക്കറ്റ് എന്ത് ചെയ്യും? തിരിച്ചു വരും. ഈ വഴി റിപ്ലൈ പാക്കറ്റ് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ IP ഫോർവേഡിങ് ചെയ്തിട്ടുണ്ട്. ദ പാക്കറ്റ് വിൽ ട്രാവൽ ടു ദിസ് ഇൻ്റർഫേസ് ആൻഡ് ഈ ഇൻ്റർഫേസിന് അറിയാം 1.1 ഏതാണെന്നുള്ളത്. സോ ഇറ്റ് വിൽ ബി കമ്മിങ് ത്രൂ ദിസ് സ്വിച്ച് ആൻഡ് ബാക്ക് ടു ദിസ് മിഷൻ. ഓക്കെ, ഇതിൽ നിന്നാണെങ്കിൽ അങ്ങനെ തന്നെ 2.2 എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ റീച്ച്, സിൻസ് ദ ഗേറ്റ് വേ ഈസ് 192.168.2.100. this mission knows where this packet should be delivered, so it should be forwarded to this mission, this interface. We have done IP forwarding, so it will be this 3.1. it is known to this 3.200, so definitely it will be reaching this server through this switch. So ഇവിടുന്ന് റിപ്ലൈ സ്റ്റാർട്ട് ചെയ്തു. റിപ്ലൈയുടെ സോഴ്സ് 3.1 ആയിരിക്കും, ഡെസ്റ്റിനേഷൻ 2.2 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അത് തിരിച്ചു വരും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. സിൻസ് വി ഹാവ് റിട്ടൺ ദ റൂട്ടിംഗ് ഇൻഫർമേഷൻ ദാറ്റ് പാക്കറ്റ്സ് ടു 2.0 നെറ്റ്വർക്ക് should be delivered at 3.200. okay, so the reply will be delivered at this interface, and since we have enabled IP forwarding, this packet will be forwarded to this interface, and this interface knows which is 2.2. so the packet will be coming back to 2.2. okay, അപ്പോൾ ഈ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടന്നത്. അപ്പോൾ ഇതാണ് ഗേറ്റ് വേ എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഒരു കോമൺ നെറ്റ്വർക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ദാറ്റ് ഇസ് യുവർ ബാക്ക് ബോൺ നെറ്റ്വർക്ക്. അപ്പോൾ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ യു ഷുഡ് കീപ് ഗേറ്റ് വേസ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഒരു ഗേറ്റ് വേ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് 1, ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് 2ൻ്റെ ഗേറ്റ് വേ. ഈ ഗേറ്റ് വേ വഴി പാക്കറ്റ്സ് പുറത്തു പോകും, ഈ ഗേറ്റ് വേ വഴി പാക്കറ്റ്സ് തിരിച്ചു വരും, റിപ്ലൈ പാക്കറ്റ്സ് തിരിച്ചു വരും. ഓക്കെ, ഇനി ഇവിടെ ഇൻ്റർനെറ്റ് ഉണ്ട്. ഇൻ്റർനെറ്റ് ആണെങ്കിൽ FTP സെർവറിന് പകരം നിങ്ങളുടെ ഇൻ്റർനെറ്റ് ആണെങ്കിൽ ഓക്കെ, ദ സെയിം തിങ്. ഇൻ്റർനെറ്റ് വിൽ ബി കണക്ട് ടു ദ ബാക്ക് ബോൺ നെറ്റ്വർക്ക്. definitely through this gateway your machines can communicate with the backbone network. okay, അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങളൊരു ഗേറ്റ് വേ ഇടുക. അപ്പോൾ ഏറ്റവും ഇത് പല മെക്കാനിസംസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ മെക്കാനിസമാണ് ഒരു ലിനക്സ് മെഷീൻ വിത്ത് 2 നെറ്റ്വർക്ക് കാർഡ്. ഒരെണ്ണം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലേക്കും ഒരെണ്ണം ബാക്ക് ബോൺ നെറ്റ്വർക്കിൻ്റെ സൈഡിലേക്കും. അപ്പോൾ 2 നെറ്റ്വർക്ക് കാർഡുകൾ, നെറ്റ് കാർഡുകൾ. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത ഗേറ്റ് വേ, അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഗേറ്റ് വേ. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഗേറ്റ്, അതായത് ഓരോ മെഷീൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങൾ സ്വിച്ച് യൂസ് ചെയ്യാം. അവിടെ VLAN എന്നൊക്കെയുള്ള കൺസെപ്റ്റൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് മീൻസ് അതിൻ്റെ ഹയർ ടെക്നോളജീസ്. ഓക്കെ, VLAN, അതായത് ലെയർ 3ൽ വർക്ക് ചെയ്യുന്ന സ്വിച്ചുകൾക്ക് IP അഡ്രസ്സിൽ ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്വിച്ചുകളിൽ നിങ്ങൾ വെർച്വൽ ലാൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെയാണ് ഹൈ എൻഡ് ടെക്നോളജീസ്. ഓക്കെ, അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നില്ല. ഇപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഗേറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഷൻ വിത്ത് 2 നെറ്റ്വർക്ക് കാർഡ്, അതിന് ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ നെറ്റ്വർക്ക് കാർഡ് വഴി ബാക്ക് ബോൺ നെറ്റ്വർക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ IP ഫോർവേഡിംഗ് എന്നുള്ള ഒരു മെക്കാനിസം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു നെറ്റ്വർക്ക് കാർഡിൽ വരുന്ന പാക്കറ്റ് അടുത്ത നെറ്റ്വർക്ക് കാർഡിലേക്ക് ജമ്പ് ചെയ്യിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ സെർവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ ഈ സെർവറിന് 2 നെറ്റ്വർക്കുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഗേറ്റ് വേ മാത്രം ഗേറ്റ് വേ നമുക്ക് ഒരെണ്ണേ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അപ്പം നമ്മളിവിടെ റൂട്ടിംഗ് ഇൻഫർമേഷൻ എഴുതും, ഏത് നെറ്റ്വർക്ക് കാർഡിലേക്കുള്ളത്, ഏത് ഇൻ്റർഫേസിലേക്കുള്ളത്, ഏത് നെറ്റ്വർക്ക് കാർഡിൽ ഡെലിവർ ചെയ്യണം. ഇതിനുണ്ട് ഒരു ഇൻ്റർഫേസ് മതി. ആ ഇൻ്റർഫേസ് നമ്മൾ ഈ ബാക്ക് ബോൺ സ്വിച്ചിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിപ്ലൈ തിരിച്ചുവിടാൻ വന്നു കഴിഞ്ഞാൽ ഈ സ്വിച്ചിൽ നിന്ന് അത് 3.100ലേക്കോ 3.200ലേക്കോ മാറിക്കൊള്ളും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് സബ്നെറ്റ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. ഈ വരച്ചതിന് ഒന്നുകൂടെ വരയ്ക്കാം. അതായത് നിങ്ങൾക്കൊരു FTP സെർവറുണ്ട്.
ഒരു FTP സെർവർ ഉണ്ട്. ഇതിൻ്റെ IP 192.168.3.1. ഇതിൻ്റെ മാസ്ക് 3,255 ഒരു 0. അത് നമുക്ക് അതിന് എന്താണ് 8,3,24. ഓക്കെ, അപ്പോൾ 3,255 ഒരു 0. അത് നമുക്ക് ഈ രീതിയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെ നിങ്ങൾ ബാക്ക് ബോൺ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതാണ് നിങ്ങളുടെ ബാക്ക് ബോൺ സ്വിച്ച്, അതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് 1 അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് 1-നൊരു സ്വിച്ച് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് 2-നൊരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഇനി ഡിപ്പാർട്ട്മെൻറ്റ് 1 ഡിപ്പാർട്ട്മെൻറ്റ് 2 ഇപ്പോൾ ഇവിടെ നമ്മൾ കുറേ മെഷീൻസ് വെച്ചിട്ടുണ്ട്. ഇവിടെ IPs വരുന്നത് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 192.168.1.0. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 192.168.2.0. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 192.168.3.0. ഓക്കെ, ഓക്കെ. ഈ സ്വിച്ചുകൾ തമ്മിൽ ബാക്ക് ബോൺ സ്വിച്ചുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് സ്വിച്ചുകൾ ബാക്ക് ബോൺ സ്വിച്ചുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ IP പറയുന്നത് 1.1, 1.2, 1.3 ആ രീതിയിൽ പോവും. ഇതിൻ്റെത് IP പറയുന്നത് 2.1. ഈ മെഷീൻ നമുക്കൊന്ന് ഒഴിവാക്കാം. 2.1, 2.2 ആ രീതിയിൽ IP പോകും. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഈ മെഷീൻസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇത് 3.0 നെറ്റ്വർക്കാണ്, ഇത് 1.0 നെറ്റ്വർക്കാണ്, ഇത് 2.0 നെറ്റ്വർക്കാണ്. ബിക്കോസ് വി ആർ യൂസിങ് 255, that is 24 bit and 10 at the mask. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിന് മാർക്ക് ചെയ്യാം. 192.168.3.1/24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് നെറ്റ്വർക്ക് ID 3 ഒക്ടറ്റ്, അതായത് 255, 255, 250. അതാണ് ഇവിടെ 24 മാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 255, 255, 255, 0 എന്ന് എഴുതുന്നതിന് പകരം ഈ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി, എത്ര ബിറ്റാണ് നെറ്റ്വർക്ക് പാർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു സ്പെഷ്യൽ മെഷീൻ വെക്കുന്നു ഈ ഓരോ നെറ്റ്വർക്കിലും. ആ മെഷീനിൽ 2 ഇൻ്റർഫേസ് കാർഡ് ഉണ്ടാവും. 2 ഇൻ്റർഫേസ് കാർഡ് ഉണ്ടാവും. ഇവിടെയും അതുപോലെ ഒരു മെഷീൻ ഉണ്ടാവും, ഒരു സ്പെഷ്യൽ മെഷീൻ. അതിനും 2 നെറ്റ്വർക്ക് കാർഡ് ഉണ്ടാവും. ഒരു നെറ്റ്വർക്ക് കാർഡിന് നമ്മൾ ഈ സൈഡിൽ ഒരു IP കൊടുക്കും. നമ്മൾ കൊടുത്തത് 2.100 ആണ്. ഓക്കെ, 2.100 കൊടുത്തു. ഇവിടുത്തെ അതിന് നമ്മൾ 1.100 കൊടുത്തു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഗേറ്റ് വേ. അപ്പോൾ ഈ ഓരോ മെഷീനിലും നമ്മൾ ഗേറ്റ് വേ പറയാനുണ്ട്. ഗേറ്റ് വേ ആയിട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞ 1.100 ആണ്. ഇവിടെ നമ്മൾ ഗേറ്റ് വേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് 192.168
2.100 ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഇതിന് രണ്ടാമത്തെ നെറ്റ്വർക്ക് കാർഡിന് നമ്മൾ കൊടുക്കുന്ന IP 3.100 ഈ സൈഡിൽ, ഇതിന് നമ്മൾ കൊടുക്കുന്ന IP 3.200. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് കാർഡുകളെയും ഈ ബാക്ക് ബോൺ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തു. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ സ്വിച്ചുമായിട്ട് ഓക്കെ, ഈ രീതിയിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഈ രണ്ട് മെഷീൻസിന് രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ടിവിറ്റി ഉണ്ട്. ഒരു നെറ്റ്വർക്ക് വഴി ഡിപ്പാർട്ട്മെന്റിലെ കമ്പ്യൂട്ടറുമായിട്ടും മറ്റേ നെറ്റ്വർക്ക് വഴി ഈ ബാക്ക് ബോൺ നെറ്റ്വർക്കുമായിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗേറ്റ് വേ പറയുന്ന ഇതാണ്. ഇതിൻ്റെ ഗേറ്റ് വേ 1.100 ആണ്. ഇതിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഈ എല്ലാ മെഷീൻ്റെയും ഗേറ്റ് വേ 2.100 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പോൾ ഈ സൈഡിൽ നിന്ന്, അതായത് ഡിപ്പാർട്ട്മെന്റ് 2 നിന്നും FTP:/ ബ്രൗസർ എടുത്തിട്ട് FTP:/ എടുത്തിട്ട് 192.168.3.1 ഒരാൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ബ്രൗസറിൽ നിന്ന് FTP പാക്കറ്റ് ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ഇൻ ദ ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, FTP എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ്, FTP എന്നുള്ളത് ആപ്ലിക്കേഷൻ ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ആപ്ലിക്കേഷൻ ലെയറിലാണ് എല്ലാ ആപ്ലിക്കേഷനും വർക്ക് ചെയ്യുന്നത്. അതിലൊരു ആപ്ലിക്കേഷനാണ് ബ്രൗസർ. അവിടുന്ന് FTP പാക്കറ്റ്സ് അവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. FTP പാക്കറ്റ്സ് അവിടുന്ന് ജനറേറ്റ് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ട് അത് ഫിസിക്കൽ ലെയറിൽ കറണ്ട് വോൾട്ടേജുമായിട്ട് മാറിയിട്ടാണ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബ്രൗസർ ഇരിക്കുന്ന ആപ്ലിക്കേഷൻ ലെയറിലാണ്. അപ്പോൾ അവിടുന്ന് പാക്കറ്റ് ജനറേറ്റ് ചെയ്യും. ആ പാക്കറ്റ്സ് ഇവിടെ വരും. അപ്പോൾ പാക്കറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ മെഷീന് അത് ഡെലിവർ ചെയ്യുന്നത് ഗേറ്റ് വേയിലാണ്, കാരണം അത് പുറത്തേക്കുള്ളതാണ്. സോ ഇറ്റ് വിൽ ബി ഡെലിവേർഡ് അറ്റ് 2.100. അപ്പോൾ ഇവിടെ ഡെലിവർ ചെയ്യും. അപ്പോൾ ഈ മെഷീൻ നമ്മൾ പാക്കറ്റ് ഫോർവേഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെഷീനിൽ നിന്ന് ആ പാക്കറ്റ് ഇങ്ങോട്ട് മാറും, ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യപ്പെടും. അപ്പോൾ ഈ മെഷീൻ അറിയാം വാട്ട് ഈസ് 3.1. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ബാക്ക് ബോൺ സ്വിച്ച് ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ഫോർവേഡ് ടു 3.1. ഓക്കെ, ഇനി റിപ്ലൈ വരണമെങ്കിൽ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ മെഷീന് രണ്ട് നെറ്റ്വർക്കായിട്ട്, അതായത് രണ്ട് ഡിപ്പാർട്ട്മെൻ്റായിട്ട് അല്ലെങ്കിൽ രണ്ട് നെറ്റ്വർക്കുകളായിട്ട് കമ്മ്യൂണിക്കേറ്റും. സോ വി നീഡ് റൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ റൂട്ടിംഗ് എന്നുള്ളൊരു കാര്യം അവിടെ വന്നു. ഇതിലേക്ക് നമുക്ക് പിന്നെ പോവാം. ഓക്കെ, അപ്പോൾ റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഡിപ്പാർട്ട്മെന്റ് 1 ദാറ്റ് ഈസ് 1.0 നെറ്റ്വർക്ക് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡെലിവേർഡ് ടു 3.100. ഈ മെഷീനിൽ തന്നെ if the communication is to department 2, that is to 2.0 network, then that such packet should be delivered at 3.200. Okay, അപ്പോൾ അത് ഇവിടെ ഡെലിവർ ചെയ്യും. ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിനാണ്, ഡിപ്പാർട്ട്മെന്റ് 2 നിന്നാണ് FTP റിക്വസ്റ്റ് വന്നിട്ടുള്ളത്. സോ റിപ്ലൈ ജനറേറ്റഡ് ഫ്രം ദിസ് FTP സെർവർ ഷുഡ് ബി ഡെലിവേർഡ് അറ്റ് 3.200. Okay, so the reply will be forwarded to 2.100. 2.100 അറിയാം which is the destination IP 2.2, 2.3. So this interface can communicate with all other missions of this network. Okay, so it will be properly delivered. അപ്പോൾ ഇതിലെ ഏതൊരു മിഷനും ഈ 3.1 FTP സെർവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, this is the concept. Then we have discussed IP forwarding, gateways, then routing. ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത രണ്ട് നെറ്റ്വർക്കുകളെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ,
ഇത് ക്ലിയർ ആണെങ്കിലേ നിങ്ങൾക്ക് സബ്നെറ്റിംഗ് മനസ്സിലാവും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്നെറ്റിങ്ങും ഇൻ്റർനെറ്റ് ഷെയറിങ്ങും കൂടെ ഒരു 1 hour കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. നിങ്ങളുടെ സെർവേഴ്സ് എല്ലാം ഇരിക്കുന്നത് അത് നിങ്ങളുടെ ബാക്ക് ബോൺ, അതായത് സെർവേഴ്സ്, അതായത് DNS FTP ഏതാണെന്ന് വെച്ചാൽ എടുത്തോ, അതിരിക്കുന്ന 5.0 നെറ്റ്വർക്കിലാണ്. നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ 1ൻ്റെത് 1.0 നെറ്റ്വർക്ക് നിങ്ങളിതിനെ യൂസ് ചെയ്തോ. സിയിലെ പ്രൈവറ്റ് റേഞ്ച് 192.168 നെറ്റ്വർക്ക് യൂസ് ചെയ്തോ, സിയിലെ പ്രൈവറ്റ് റേഞ്ച്. ഡിപ്പാർട്ട്മെൻറ്റ് 2ന് നിങ്ങൾ 2.0 യൂസ് ചെയ്തോ നെറ്റ്വർക്ക്. 3ക്ക് 3.0, 4ന് 4.0 യൂസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും ഈ സർവേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് FTP ഇതർ, ഓക്കെ ഒരെണ്ണം മതി. ഓക്കെ, FTP തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഡിസ്കസ് ചെയ്യും, ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഒരു സെർവറുണ്ട്, ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഈ സെർവർ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ടാസ്ക് ഡിസൈൻ എ നെറ്റ്വർക്ക്. അപ്പോൾ അതിൽ നമ്മളിപ്പം ചെയ്ത ഒരു ബേസിക് ആയിട്ടുള്ള ചെയ്താൽ മതി. അതിൽ ഹൈ എൻഡ് ആയിട്ട് VLAN ടെക്നോളജി എല്ലാം ഉണ്ട്, അത് പിന്നെ നോക്കാം നമുക്ക്. ഇപ്പം നിങ്ങൾ ഈ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് നിങ്ങൾ ഡിസൈൻ ചെയ്തു.